നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി ഞാൻ 2 വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു, എൻ്റെ 1 മണിക്കൂറിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിക്കാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എനിക്ക് അപ്പം തന്നെ ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചടപടയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതേ കോസ്റ്റ്യൂമൊക്കെ തന്നെയാട്ടോ ഇതിലും. അപ്പം ആ കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ചാനല് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഒരുപാട് വീഡിയോസിന് മുമ്പുള്ള കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു, ചേച്ചി ഐബ്രോ തിക്കനിങ് ആവുന്നതിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്, എങ്ങനെയാണ് ചേച്ചിയുടെ ഐബ്രോ തിക്കൻഡ് ആയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ പിരികം അത്യാവശ്യം കാട് പിടിച്ച് വളരുന്ന ടൈപ്പ് പിരികമാണ്. പക്ഷെ എനിക്ക് അത്ര കളർ ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കളറിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാസ്റ്റർ ഓയിൽ. പിന്നെ വൈറ്റമിനും കൂടെ മിക്സ് ചെയ്ത് തേക്കുമായിരുന്നു. പിന്നെ എന്നും പിരികം എഴുതും. അപ്പം അങ്ങനെയാണ് എൻ്റെ ആ ഒരു പിരികത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് കുറച്ച് കളർ വന്ന് തുടങ്ങിയത്. അപ്പം ഞാൻ വേറൊരു റെമഡി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 3 ദിവസമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് നല്ല എഫക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എഫക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പം അതിനു മുമ്പ് ഞാൻ പറയുകയാണ്, ഈ ഒരു റെമഡി ഞാൻ കണ്ടുപിടിച്ചത് ഗൂഗിളിൽ നിന്നാണ്. വേറെ യൂട്യൂബേഴ്സൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോ അല്ല. കാരണം അതിൻ്റെ കാരണമൊക്കെ ഞാനിപ്പം വരും വഴി പറയാം, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളതിൻ്റെ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഐബ്രോ തിക്കനിങ് സിറം, സിറം എന്ന് തന്നെ പറയാം. ഇതിന് വേണ്ടിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. 2 ബദാം വേണം. ഞാൻ ഒരു 10 ഗ്രാമിൻ്റെ ബദാം, 10 ഗ്രാമാന്ന് തോന്നുന്നു, അല്ല 50 ഗ്രാമിൻ്റെ ബദാം വാങ്ങിച്ചു. 45 രൂപയായിരുന്നു കേട്ടോ. അതുമല്ല, നിങ്ങൾക്ക് ബേക്കറി ചേട്ടന്മാരോട് പോയിട്ട് നൈസോട്ട് ചേട്ടാ 2-3 ബദാം തരാമോ എന്ന് പറഞ്ഞാൽ മതി, ഷേക്കിലിടാനാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. അത് തരുമൊക്കെ ചെയ്യും, അവരൊന്ന് സോപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. പിന്നെ വേണ്ടത് കാസ്റ്റർ ഓയിൽ വേണം. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിർബന്ധമില്ല, പക്ഷെ നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബദാമില്ലേ, നമ്മൾ ഞാനിപ്പോൾ അടുക്കളയിലാട്ടോ ഗ്യാസ് ബർണറിൽ ഇട്ടിട്ട് നല്ലപോലെ കരിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പം നല്ല രീതിയിൽ കരിച്ചെടുക്കണം, കരിഞ്ഞ് പൊടിഞ്ഞ് പോവരുത്. നമുക്ക് കരിച്ചെടുത്തിട്ട് നമുക്ക് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കരിച്ചെടുക്കാം കേട്ടോ. 2 ബദാം മതി കേട്ടോ, 2 ബദാം എടുത്താൽ മതി. ഒരു 10 ദിവസത്തേക്കുള്ള സിറം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ നല്ലപോലെ ഗ്യാസിൻ്റെ ബർണറിൽ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ കരിച്ചെടുത്തു. എടുത്ത് കാണിക്കുന്നത് ഭയങ്കര ചൂടായതുകൊണ്ടാണ്. ഇതുണ്ടോ, ഇതുപോലെ കരിച്ചെടുക്കണം. ഇനി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഈ ഒരു പൊടിയാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ ഈ ബദാമിൻ്റെ ചാർക്കോലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യം. നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. നമ്മളിത് ഇതുപോലെ പൊടിച്ചെടുത്തു കേട്ടോ, നല്ലപോലെ പൊടിച്ചെടുത്തു. ബദാം നല്ലപോലെ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയ അടപ്പ് നിറച്ച് കാസ്റ്റർ ഓയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോ സിറം റെഡി ആയിട്ടുണ്ട്. ഐബ്രോ സിറം റെഡി ആയിട്ടുണ്ട്. ആൽമണ്ട് കരിച്ചെടുത്തത്, അതായത് ബദാം കരിച്ചത്, പിന്നെ വൈറ്റമിൻ ഇ 2 ക്യാപ്സ്യൂള്, പിന്നെ ഒരടപ്പ് വലുതായിട്ട് കാസ്റ്റർ ഓയിൽ. ആക്ച്വലി കാസ്റ്റർ ഓയിൽ മാത്രം മതി നമ്മുടെ പിരികം നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ ആൽമണ്ട് കരിച്ച് ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോ നല്ലപോലെ തിക്കൻഡായിട്ട് കറുത്തിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ 3 ദിവസമായിട്ടാണ് ഈ ഒരു റെമഡി ട്രൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പിരികത്തിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ നാച്ചുറൽ കളറാണ് ഇപ്പം പിരികത്തിൽ. ഇപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഒരു പഴയ ഐബ്രോയുടെ ഒരു സ്പൂല് ഉപയോഗിച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പണ്ട് ഒരു +1 +2 ആയ ഒരു സമയത്തൊക്കെ ഒട്ടും പിരികം ഉണ്ടായിരുന്നില്ല. അതായത് പിരികമുണ്ട്, പക്ഷെ കളർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നല്ലപോലെ കാട് പോലെ വളരും, പക്ഷെ ഉണ്ടെന്ന് അറിയത്തില്ല, ഒരു നിറമില്ലാത്ത പിരികമായിരുന്നു. അപ്പോൾ ഞാൻ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് നല്ലപോലെ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളറും കൂടെ വേണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ മാത്രം ഈ ഒരു റെമഡി ട്രൈ ചെയ്താൽ മതി. 2 വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നീള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു വൈറ്റനിങ് പാക്ക് ട്രൈയിങ് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ചാനലിൽ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെയ് 20-ാം തീയതി. ആക്ച്വലി ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആസ് എ ബിഗിനർ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ഞാൻ നിങ്ങളോട് സോറി പറയുന്നു. ആ ചേച്ചിയുടെ പേര് മെൻഷൻ ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ആ ചേച്ചിക്ക് എന്തോ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ പേറ്റന്റിനെ ബാധിക്കും, ആ ചേച്ചിയുടെ ചാനലിന് അതിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെ ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എല്ലാവരും വന്ന് ഇങ്ങനെ കൂടുതൽ വഷളാകുന്നത് എനിക്ക് ഇത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തത്. ഇനി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പം ഞാൻ ആ ഇട്ട വീഡിയോയിൽ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തതാണ്, പേര് ഞാൻ മറന്നുപോയി, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാനും മറന്നുപോയി, ഇൻബോക്സിൽ കിടപ്പുണ്ട്, പക്ഷെ ആ കമൻറ്റ് ഫുള്ള് വായിക്കാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ കമൻറ്റും അങ്ങ് പോയി. എനിക്ക് ശരിക്കും ഹേർട്ടായിപ്പോയി. എന്നിട്ട് ആ കമൻറ്റിൽ ലാസ്റ്റിൽ പുള്ളി പറയുന്നുണ്ട് ഇത് നെഗറ്റീവായിട്ട് ഈ കമൻറ്റ് എടുക്കരുതെന്ന്. നെഗറ്റീവായിട്ടാണ് ആ കമൻറ്റ് എഴുതിയേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞേക്കുന്നു ഈ കമൻറ്റ് നെഗറ്റീവായിട്ട് എടുക്കരുതെന്ന്. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ചെയ്തിരിക്കുന്ന മിക്ക വീഡിയോസും വേറെ യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. അതായത് ടിപ്സ് കോപ്പി ചെയ്തിരിക്കുകയാണെന്ന്. ഏത് വീഡിയോ ആണ് ഞാൻ ആ കോപ്പി ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ശരിക്കും ഹേർട്ടായിപ്പോയി. കാരണം ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് വ്യൂസ് കിട്ടിയ വീഡിയോസ് ഞാൻ പറയാം. ഹൗ ടു അപ്ലൈ പുട്ടി, പിന്നെ കല്ലിങ്ങട്ട് നീലി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്, പിന്നെ തടി കൂട്ടുന്ന വീഡിയോ ദിനേശ് വല്യാതി. ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് വന്നത് എന്ന് എനിക്കറിയില്ല. ഈ ഹൗ ടു അപ്ലൈ ഫൗണ്ടേഷൻ്റെ വീഡിയോയും പിന്നെ കല്ലിങ്ങാട്ട് നീലി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്, അതായത് ഒരു ആക്ട്രസിന് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തത് കല്ലിങ്ങാട്ട് നീലിയ. അതൊക്കെ ഏത് യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുള്ളി എന്താണ് ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കോപ്പിയടിയാണ്, ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, കണ്ടന്റ് കോപ്പി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ഹേർട്ടായി. പിന്നെ പുള്ളി പറയുന്നുണ്ട് ബി യുണീക്ക് ആവാൻ. ഞാൻ യുണീക്ക് ആവാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുപോലെ, എനിക്കറിയാം ഞാൻ ആ ചെയ്ത വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് അല്ല, എൻ്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് അല്ല, ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് യുണീക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ആ വീഡിയോസ്, എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഫുള്ള് കാണാതെയാണ് പറയുന്നത് ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കോപ്പിയടിയാണെന്ന്. എനിക്ക് തോന്നുന്നു നീള ലൈഫ് സ്റ്റൈലിലെ ആ ചേച്ചിയാണ് ദിനേശ് വല്യാതി ഈ ഓയിലിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് ആ ചേച്ചിയുടെ ചാനലിലാണ്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണോ നിങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഞാൻ കോപ്പിയടിയാണ്, കണ്ടന്റ് കോപ്പിയടിയാണെന്ന് പറഞ്ഞതെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂസ് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, എല്ലാവർക്കും ചെയ്യാം. ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്തേക്കുന്നത്, അല്ലാതെ ഞാനൊരു റെമഡി അല്ല കോപ്പി ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഇന്നിട്ട വീഡിയോ അത് ഞാൻ ട്രൈയിങ് ഔട്ട് നീള ലൈഫ് സ്റ്റൈലിൽ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇട്ടിരുന്നത്. പിന്നെ ആ ചേച്ചിയെ ആ ഒരു വീഡിയോ, ആ ചേച്ചിനെ മെൻഷൻ ചെയ്തിട്ട് വീഡിയോ ഇടാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ വേറെ പ്രശ്നത്തൊന്നും നിന്നില്ല, ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തു. 2 പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരുടെയും കമൻറ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. പിന്നെ സാധാരണ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ മൈൻഡ് ആക്കാറില്ല, ലവ് റിയാക്ഷൻ കൊടുത്ത് വിടാറേ ഉള്ളൂ സാധാരണ. പക്ഷേ ഈ ഒരു കമൻറ്റ് ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് കേട്ടപ്പോൾ വളരെ സങ്കടം വന്നു. സന്തോഷമല്ല, വളരെ സങ്കടം വന്നു. കാരണം ഞാൻ മാക്സിമം ഇൻഫ്ലുവൻസ് വരാതെ യുണീക്ക് ആവാൻ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, ഞാൻ ബിഗിനറാണ്, എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് അല്ല. എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് വരാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു റെമഡി ഗൂഗിളിൽ നിന്നാണ് സെർച്ച് ചെയ്തിട്ട് ഞാൻ 3 ദിവസം ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നതെന്ന്. ഇനിയിപ്പോൾ ഇതും ഞാൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ ടിപ്പ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്ലാബ്ല പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് വിഷമമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഞാനിപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ. ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആട്ടോ ഇത്, ഈ ഐബ്രോയുടെ വീഡിയോ. കാരണം കുറച്ചുകൂടെ നല്ല രീതിയിൽ റിസൾട്ടൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിൽ വളരുന്നതിൻ്റെയൊക്കെ റിസൾട്ട് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തിരുന്ന വീഡിയോ ആണ്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല. ഇന്ന് തന്നെ എനിക്ക് ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ മൂടി കളയുന്നില്ല. നമുക്ക് നമ്മുടെ
വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ആൽമണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പിരികത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈജിപ്റ്റ്, ഗ്രീക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പണ്ട് കാലത്ത് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ഇങ്ങനെ കരിച്ചെടുത്തിട്ടായിരുന്നു, ബദാം കരിച്ചെടുത്തായിരുന്നു തേച്ചുകൊണ്ടിരുന്നത് കേട്ടോ നമ്മുടെ പിരികത്തിലൊക്കെ. അപ്പോൾ ആ പിരികം നല്ലപോലെ കറുത്ത് വരാൻ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെമഡി രാവിലെ രാത്രിയിലും തേക്കാം. രാത്രി തേക്കുകയാണെങ്കിൽ നിങ്ങളൊരു സന്ധ്യയൊക്കെ ആകുമ്പോൾ തേക്കണം. കിടക്കുന്നതിന് മുമ്പേ അങ്ങ് തേച്ച് കിടക്കരുത്, ബെഡിലൊക്കെ ആവും. ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ തേച്ച് വയ്ക്കുക. രാവിലെ നിങ്ങൾക്ക് അതുപോലെ തന്നെ തേച്ച് വയ്ക്കാം. പിന്നെ ഇത് ഒരു 3 to 4 days കഴിയുമ്പോഴേ നിങ്ങളുടെ പിരികം വളരാൻ തുടങ്ങുള്ളൂ ഈ ഒരു റെമഡി തേച്ച് കഴിഞ്ഞാൽ. പിന്നെ കളറ് ഒരു 10 days, ഒരു 15 days കഴിഞ്ഞിട്ടേ കളറ് ഗ്രാജുവലി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി. ലെങ്തി ആയതിൻ്റെ കാരണം എനിക്കറിയാം, എൻ്റെ കുറച്ച് ബ്ലാബ്ലാ സംസാരമാണ്. എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റെമഡി എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി റെമഡിയാണ്. നമ്മുടെ ഈ ആൽമണ്ട് കരിച്ചെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിരിയത്ത് നല്ല കളർ ഉണ്ടാവും. പിന്നെ നല്ലപോലെ തിക്കൻഡായിട്ട് വളരും. ഞാൻ പറഞ്ഞ പോലെ 10-15 ദിവസം നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രമേ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് നാളായിട്ട് കാസ്റ്റർ ഓയിലും വൈറ്റമിനും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി നല്ല തിക്കൻഡായിട്ട് കളറോടുകൂടി വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെമഡി ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സേഫ് അറ്റ് ഹോം.